കർത്താവിന്റെ വചനത്തിന്റെ ഉജ്ജ്വല പ്രഘോഷണവുമായി അമേരിക്കയിലെ ഹൂസ്റ്റണിന്റെ മണ്ണിൽ ടീം ഷെക്കേന നയിക്കുന്ന ഇടവക നവീകരണ ധ്യാനം അഭിഷേക നിറവിൽ രണ്ടാം ദിനം പിന്നിട്ടു. അനുഗ്രഹീത വചന പ്രഘോഷകൻ ബ്രദർ സന്തോഷ് കരിമത്തരുടെ നേതൃത്വത്തിലാണ് റിപ്പന്റ് ആൻഡ് റിട്ടേൺ എന്ന പേരിൽ ധ്യാനം നടത്തപ്പെടുന്നത്. വിശുദ്ധവാരത്തിലേക്ക് ചുവടുവെക്കുന്ന വിശ്വാസികൾക്ക് യഥാർത്ഥമായ പാപബോധത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അനുഭവം പകർന്ന് കർത്താവിലേക്ക് മടങ്ങിവരുന്നതിനുള്ള അവസരമൊരുക്കുന്നതിനായി ഹൂസ്റ്റണിലെ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ നടക്കുന്ന റിപ്പന്റ് ആൻഡ് റിട്ടേൺ ധ്യാന ശുശ്രൂഷ അനുഗ്രഹദായകമായി രണ്ടാം ദിനം പിന്നിട്ടിരിക്കുകയാണ്. ഇടവക വികാരി ഫാദർ എബ്രഹാം മുത്തോലത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തച്ചറ എന്നിവരുടെ അജപാലന നേതൃത്വത്തിൽ ഇടവക ഭാരവാഹികൾ സംഘടിപ്പിച്ച ധ്യാന ശുശ്രൂഷയുടെ രണ്ടാം ദിനത്തിൽ ഫാദർ എബ്രഹാം മുത്തോലത്ത് ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകി. ബ്രദർ സന്തോഷ് കരിമത്ര സ്തുതി ആരാധന ശുശ്രൂഷയ്ക്കും വചന ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകി. അനുതാപത്തിനും മടങ്ങിവരവിനുമുള്ള സ്വർഗത്തിന്റെ വിളിയോട് പ്രതിതിരിച്ച് വിശ്വാസികൾ സജീവമായി ശുശ്രൂഷകളിൽ പങ്കുചേർന്നു. ആത്മരക്ഷയ്ക്ക് തടസ്സമായിട്ടുള്ള പാപങ്ങളും അശുദ്ധിയുടെ മേഖലകളും ഉപേക്ഷിച്ച് നിത്യജീവന്റെ പ്രത്യാശയിൽ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരുവചനാടിസ്ഥാനത്തിലും സഭാപ്രബോധനങ്ങളുടെ വെളിച്ചത്തിലും ബ്രദർ സന്തോഷ് കരിമത്ര പങ്കുവച്ചു. ആത്മീയ ജീവിതത്തിൽ വേണ്ടവിധം പുരോഗതിയുണ്ടാകാത്തതിന്റെ കാരണങ്ങളും വിശ്വാസ ജീവിതം ശുഷ്കമാകുന്നതിന്റെ പ്രത്യാഘാതങ്ങളും വിചിന്തനം ചെയ്യപ്പെട്ടു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെയും വ്യാപരിക്കേണ്ടതിന്റെയും ആവശ്യകതയെപ്പറ്റിയും വചന സന്ദേശം നൽകപ്പെട്ടു. ആഴമേറിയ തിരുവചന വ്യാഖ്യാനങ്ങളാൽ അനുതാപത്തിന്റെ വലിയ കൃപാനുഭവത്തിലേക്ക് വിശ്വാസികളെ നയിച്ചവയായിരുന്നു രണ്ടാം ദിന ശുശ്രൂഷകൾ. ദൈവിക പദ്ധതി പ്രകാരം കാലഘട്ടത്തിന്റെ പ്രവചന ദൂതുമായി അമേരിക്കയുടെ മണ്ണിൽ നടത്തപ്പെടുന്ന ടീം ഷെക്കേനയുടെ ധ്യാന ശുശ്രൂഷകൾ മാർച്ച് 24-നാണ് സമാപിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.